ഓമനെ തൊഴിലുറപ്പിലിടുന്ന ഫുൾക്കായ ഷർട്ട് ഉണ്ടല്ലോ, അതിനുള്ള ഭർത്താവ് ജോലിക്ക് പോയത്. ഫുൾക്കായ ഷർട്ട് ഇട്ടില്ലെങ്കിലേ അവളുടെ കയ്യിൽ ചൊറിയണം പിടിക്കും. ഇതിപ്പോ ഒന്നും രണ്ടും തവണയല്ല, 4-5 ദിവസമായി അവള് വരാതിരിക്കുന്നത്. ഇത് ഞാൻ പഞ്ചായത്ത് കംപ്ലൈന്റ് ചെയ്തു. എല്ലാരും ഒന്നും വന്നേ. ഇന്ന് വൈകിട്ട് 5 മണിക്ക് എല്ലാരും നമ്മുടെ സുധാകരൻ റേഷൻ കടയിലെത്തണം. സുധാകരൻ ഉണക്കിട്ട് കൊടുക്കുന്നുണ്ട്. സുധാകരൻ എന്ത് ഉണക്കിട്ട് കൊടുക്കുന്നുണ്ട്? ഉണക്കിട്ട് കൊടുക്കുന്നല്ല, സുധാകരൻ ഉണക്കിട്ട് കഴിഞ്ഞ തവണത്തെ പോലെ മണ്ടില്ലാത്തത് ഇങ്ങനെ ചോറ് കളിച്ച് എന്റെ മാനം കളയരുത്. പിന്നെ രമണി ഒന്നോട് നിന്നേ. എവിടെ ചെന്നാലും അടുക്കള ചുറ്റിപ്പെട്ടുള്ള നിപ്പുണ്ടല്ലോ, അത് ഇന്ന് അവസാനിപ്പിച്ചോണം. എന്താണെന്ന് അറിയാൻ പാടില്ല. ഏത് അടുക്കളയിൽ മീനുണ്ടാക്കണ മണം വന്നാലും അന്ന് അവിടെ പോയി ചേച്ചി 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 തൊഴിലുറപ്പിന്റെ ആൾക്കാരാണ്. പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞേക്കുന്നു വരുന്നത്. കാണുന്ന കാട് അവിടെ പോയി വെട്ടിക്കോ. ശരി ചേച്ചി, കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? അതിനെന്താ? എന്നാ പിന്നെ കഞ്ഞിവെള്ളം ആയിക്കോട്ടെ. ഉണ്ടെങ്കിൽ 2 വച്ചും കൂടി ഇട്ടോ. എന്നാലേ ഇച്ചിരി അച്ചാറും കൂടി കലക്കി എടുത്തേക്ക്. അല്ല, നിങ്ങൾ തിന്നാനാവുന്ന കാര്യത്തിലേക്ക് എന്താണ് എല്ലാം കൂടി
തൊഴിലുറപ്പിന്റെ മോനെ കളി. ചേച്ചി കുടിക്കാൻ എന്തെങ്കിലും എടുത്താൽ മതി. എന്നാൽ ടാങ്ക് കളിക്കൊണ്ട് അയ്യോ ടാങ്കിലൊന്നും വേണ്ട, ചെറിയ പാത്രത്തിൽ. ഓമന വന്നു. ഇത് പുതിയതാണ്. എന്ത് ഈ കമ്മല് ഇത് പുതിയതാ? എടിയേ, റേഡിയസിന് പുതിയ കമ്മല്. അയ്യോ, ഇത് എത്ര പവനാ? ഇത് 2 പവനാ. അതിന്റെ ഡിസൈൻ നോക്കിയത് ഇതുവരെ ഒന്നും കാണാത്തൊരു ഡിസൈൻ. നിങ്ങൾ എന്താണ് കാട്ടണത്? പണിയെടുക്കാൻ പറ പിള്ളേരോട്. വേഗം പോയി പണിയെടുക്കും. വെള്ളം. ചേച്ചി കൈക്കോട്ടുണ്ടോ? കൈക്കോട്ട് ഉണ്ട്, ഞാൻ തരാം. എന്നാ പിന്നെ ഒരു പിക്കാസ് കൂടി. ചേച്ചിയെ ആ അരിവാളും കൂടി എടുത്തോ. ഉണ്ടെങ്കിൽ ഒരു കൊട്ടെ. അല്ല നിങ്ങൾ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ചേച്ചി ഇത്തവണത്തേക്ക് ക്ഷമിക്കണം. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് നിങ്ങളുടെ എന്തൊക്കെയാ ഉള്ളത്? ഉള്ളത് കണ്ണാടി, പൗഡർ, ചാന്ത്, പൊട്ട്, ചീപ്പ്. നിങ്ങൾ ഫാഷൻ പരേഡ് കാണിക്കാനാണോ കാട് വെട്ടി കളിക്കാനാണോ വന്നേ? ഇങ്ങനെയാണ് കഥ പോണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ തന്നെ പഞ്ചായത്തിൽ പോയിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിരിക്കും. അയ്യോ ചേച്ചി എന്റെ പണി കളയരുത്. അവര് ഞാൻ നോക്കിക്കോളാം. എന്തല്ല നോക്കിയിരിക്കുന്നത്, തുടങ്ങാം. പുതിയതാണോ? എന്ത് ഈ സാരി നിങ്ങൾ എന്താ ചോദിക്കാത്തേന്ന് വിചാരിച്ചിരിക്കും. ഓടി വാടി റേഡിയസിന്റെ പുതിയ സാരി. ഇത് ചേട്ടൻ സർപ്രൈസ് ഗിഫ്റ്റ് തന്നതാ. എത്ര രൂപയായി? 5000 രൂപയായി. കണ്ട ഒരു 10,000ന്റെ പകുതി. നിങ്ങളോടല്ലേ പറഞ്ഞത് കാട് വെട്ടി കളിക്കണമെന്ന്? അയ്യോ ചേച്ചി ഇത്തവണത്തേക്കും കൂടെ ഒന്ന് മാപ്പാക്കണം. അപ്പൊ ചെയ്യിക്കാം. ചേച്ചി മീൻ മേടിച്ചായിരുന്നോ? മേടിച്ചായിരുന്നു. എന്ത് മീനാ? അയ്യോ ശരി ചേച്ചി, വലിയ മീനൊന്നും അല്ലെങ്കിലും ഇപ്പൊ മേടിക്കണ്ട. വലിയ എന്താണ് ഫോർമാലിറ്റി. അതുണ്ട്. ചെറിയ മീന ചാളയല്ലയോ? എത്ര രൂപയ്ക്ക് മേടിച്ചു? 100 രൂപയ്ക്ക്. എത്ര കിലോ കിട്ടി? 1 കിലോ കിട്ടിയോ? വീട്ടിൽ 2 പേരേ ഉള്ളല്ലേ? ഞാനും എന്റെ മോളും. അയ്യോളൂ, അപ്പൊ ഒരുപാട് മിച്ചം കാണുമായിരിക്കും. എന്നാ ഞാൻ കുറ്റയ്ക്ക് വന്നേക്കെ, ഞങ്ങള് തിന്നോളാം. നാളെ ചേടി അന്യരുടെ വീട്ടിൽ പോയിട്ട് മീൻകറി ചോദിക്കാൻ പൊരിച്ചതൊക്കെ ചോദിക്കാൻ. എന്നാ കൊണ്ട് മീൻ വെച്ചോളൂ. വാഴല വെട്ടിട്ട് അതിൽ കുറച്ച് ചോറ് കൂടി ഉരുട്ടി തരട്ടെ? ഇപ്പൊ ചെയ്യിക്കാം. ചേച്ചിയെ എന്താ ചേച്ചി ചേച്ചി കുട്ടിയുണ്ടോ? കണ്ടു ഒരെണ്ണുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ല. ഒരെണ്ണം കണ്ടോ മുഖത്തൊരു ചുളിവ് പോലും ഇല്ല. കർമ്മം കണ്ട പ്രായം പറയത്തില്ല. നിങ്ങൾ ഏരിയസിന്റെ എടുത്താൽ മതി. എനിക്ക് വിളിച്ചാൽ മര്യാദ കാട് കുട്ടി എന്താ പുതിയതാണോ? എന്ത് ചെരുപ്പ്? അല്ല പഴയതാ. എന്നെ സുഖിപ്പിച്ച് പണിയെടുക്കാതിരിക്കാൻ നിങ്ങൾ അടവ് എനിക്ക് മനസ്സിലായി. എല്ലാം പോയി പണി ചെയ്തോ. 1 മണിക്കൂറിനാക്കി ഏരിയ മുഴുവൻ വൃത്തിയാക്കിക്കോണം. ഈ 2 ഭൂതനകളും കൂടി നമ്മളെ പണിയെടുപ്പിച്ച് കൊല്ലിക്കുമല്ലോ. ഞാൻ അപ്പഴേ പറഞ്ഞതാണ് ഇവിടെ വന്നത് നമ്മുടെ കളിയൊന്നും നടക്കുകയല്ലെന്ന്. എഴുന്നേക്ക് അങ്ങോട്ട്. ഇനി എന്തിനാ എഴുന്നിട്ട്? ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് നമ്മളെ അടവെടുക്കാം. പാമ്പ് കളിയാണ്. അതെന്താടി പാമ്പ് കളിക്കും? പൊട്ടത്തി പാമ്പ് കളി എന്ന് വെച്ചാലേ ഈ പറമ്പിലില്ലേ നമ്മളെ പ്ലാസ്റ്റിക് പാമ്പിന് നമ്മളിടും. പറമ്പില് പാമ്പിടെന്ന് പറയുമ്പോ ജോലി എടുക്കണ്ടെന്ന് പറയും. ജോലി എടുക്കുകയും ചെയ്യണ്ട. ഞാനേ എടുക്കടി ഇച്ചിരി പള്ളയൊക്കെ അതിന്റെ മുകളിലിട്ടോ. ഞാനേ പുറത്ത് കാണും. പാമ്പ് പോയിട്ട് വിളിച്ചാ അയ്യോ പേടിയാവുന്നു ദൈവമേ. ശരി, അടുത്ത വീട്ടിൽ പോയി ഇതേ പണിയെടുക്കണ്ടേ? സജ്ജയുടെ അടി എടി സഞ്ചയൊക്കെ പെറുക്കി എടുത്തോളേ, ഒന്നും വിടണ്ട. ഇത് എന്റെ സഞ്ചാട്ടാ, എന്റെ പുതിയ. എടി ടാങ്ക് കുടിക്കുന്നില്ലേ? എടി ഞാൻ പോയി നടു തോർത്തിട്ട് ശരി ശരി ശരി. എടി നീ ഇന്നലത്തെ ഭ്രമണത്തിന്റെ കഥ പറഞ്ഞോ? എടി സാറല്ലേ, എടി നമ്മുടെ പ്ലാസ്റ്റിക് പാമ്പിനെ എടുത്തില്ലായിരുന്നോ? എടുത്ത്. ഇതല്ലേ നമ്മുടെ പ്ലാസ്റ്റിക് പാമ്പ്? അല്ല, ഞാൻ എടുത്തിട്ടുണ്ട്. ഏതാടി?